വിധി എന്ന് പറയുന്നത് അവനവൻ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ജനനത്തെക്കാൾ രഹസ്യമാണല്ലോ മരണം. അതെ. ഒരാളിന് എപ്പോൾ മരിക്കണമെന്ന് അയാൾക്ക് തന്നെ തീരുമാനിക്കാം. 878 വർഷമായി ജീവിച്ചിരിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട്. 400 വർഷം അദ്ദേഹം ഹിമാലയത്തിൽ തന്നെ ഇരുന്നു, ഓരോ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രായം അളക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഭൂമിയിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ പുഷ്പവിമാനത്തിൽ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതാണ് പുഷ്പക വിമാനം. അതിൽ കയറി ഇരുന്നിട്ട് ഇന്നടത്ത് പൊട്ടെ എന്ന് പറഞ്ഞാൽ മനോവേഗതയിൽ അത് സഞ്ചരിക്കാൻ അവിടെ എത്തും. അങ്ങനെയുള്ള വിമാനത്തിന് രൂപകൽപ്പന ചെയ്തത് ഈ മഹർഷിയാണ്. ഇതിപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വരാൻ പോകുന്ന കാലഘട്ടമാണ്. അതെ, അതായിക്കോട്ടെ. ഇതിനെല്ലാത്തിനും പ്രേരക ശക്തി ഞാൻ ഈ പറഞ്ഞ മഹർഷിമാരാണ്. കേരളത്തിലെ സന്യാസിവര്യനാണ് ഇന്ന് നമ്മോടൊപ്പം. അത് മറ്റാരുമല്ല, സ്വാമി അദ്വൈതാനന്ദപുരി. സ്വാമിജി നമസ്കാരം. നമസ്തേ. ഈ വിധി, നമ്മളെപ്പോഴും വിധിയെ പഴിക്കാറുണ്ട്. ഈ പുത്തുമലയിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോഴും അതൊരു വിധിയാണ്. അല്ലെങ്കിൽ നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വിട്ടു പോകുമ്പോഴും അത് വിധിയെ നമ്മൾ പഴിക്കുന്നു. ഈ വിധി എന്നുള്ളത് എന്താണ്? അങ്ങ് ഉദ്ദേശിച്ചത് വിധി ഈശ്വരൻ തരുന്നതാണോ എന്നാണോ, അതോ ഈ ലോകത്തിൽ വിധി എന്നുള്ളത് എന്താണ്? ഒരാൾ കുറേ ദുരിതങ്ങൾ അനുഭവിക്കുന്നു, മറ്റൊരാൾ കുറേ രോഗം മൂലം കഷ്ടപ്പെടുന്നു. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. പുത്തുമലയിൽ ഈ ഒരുപാട് പേര് മരണപ്പെട്ടു, ബന്ധുക്കളില്ല, ശവശരീരങ്ങൾ മാത്രമായി. ഇതൊക്കെ വിധി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. 14 ലോകവും സൃഷ്ടിച്ച ഭഗവാൻ 84 ലക്ഷത്തിൽ പരം ജന്മങ്ങളെയും സൃഷ്ടിച്ചു. ആദ്യത്തെ ജന്മം രോഗാണുവാണെന്ന് ഉപനിഷത്ത് പറയുന്നു. രോഗാണുവിൽ തുടങ്ങുന്ന ജന്മം പല്ലി, പാറ്റ, കൊതുക്, ചെള്ള്, വണ്ട്, പട്ടി, പൂച്ച എന്ന കണക്കിന് ആദിഗുരു പറഞ്ഞതുപോലെ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഡരേ ശയനം എന്ന കണക്കിന് ജന്മങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഈ ജന്മങ്ങളെയൊക്കെ സൃഷ്ടിച്ച ഭഗവാൻ അവർ കഷ്ടപ്പെടുന്നത് കണ്ട് ചിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ വിട്ടിത്തരമാണ്. ഈശ്വര സ്നേഹസ്വരൂപനാണ്, ചൈതന്യ സ്വരൂപനാണ്, ആനന്ദം കൊണ്ട് നിറഞ്ഞ ഒരു തേജസ്സാണ്. ആ ശക്തിക്ക് അങ്ങനെ ഭൂമിയിലൂടെ ജലം, വൃഷലതാദികളിലൂടെ വിശിഷ്ടങ്ങളായ ഫലമൂലാദികൾ, പ്രാണവായു, സൂര്യപ്രകാശം, നിലാവെളിച്ചം തുടങ്ങി സകലതും തൻ്റെ അരുമ സന്താനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഈശ്വരൻ അല്ലെങ്കിൽ പരാശക്തിയായ അമ്മ ഈ മക്കളൊക്കെ ദുരിതപ്പെടണമെന്ന് ചിന്തിക്കുന്നുവെന്നും അതുകൊണ്ട് അവർക്ക് ദുരിതം അനുഭവിക്കട്ടെ എന്ന ഒരു വിധി കൽപ്പിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം മൗഢ്യമാണ്. അത് ചിന്തിക്കുന്നത് തന്നെ പാപമാണ്. നമ്മൾ പലപ്പോഴും വിധിയെ കുറ്റം പറയാറുണ്ട്. എൻ്റെ തലവിധി. ചില ഭാര്യമാർ പറയുമല്ലോ, ഭർത്താക്കന്മാർ മദ്യപിച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എൻ്റെ തലവിധി എന്നൊക്കെ പറയില്ലേ. ഈ വിധി എങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്? ഞാൻ അതാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഒരാൾ ദുരിതം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റൊരാൾ സുഖം അനുഭവിക്കുന്നുവെങ്കിൽ ഇത് രണ്ടും അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഈശ്വരനതിൽ യാതൊരു പങ്കുമില്ല. ഇത് സത്യം തന്നെയാണ്. ഉപനിഷത്തുകളും വേദങ്ങളും പുരാണങ്ങളും വേണമെന്ന് വിചാരിച്ച് ശുദ്ധമായ മനസ്സോടെ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പൂർണ്ണ ബോധ്യമാകും ഈ അഭിപ്രായം ശരിയാണ്. ഈശ്വരനതിൽ പങ്കില്ല. നമ്മൾ വിതച്ചത് കൊയ്യുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പറഞ്ഞത്, കർമ്മത്തിൻ്റെ ഫലം കർത്താവല്ലാതെ ലോകത്താരും അനുഭവിക്കത്തില്ല. പറയാൻ പാടില്ലാത്ത വാക്കുകൾ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അത് റബ്ബർ പന്ത് വെള്ളത്തിൽ കിടക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരാതെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. കാലം പ്രതികൂലമാകുമ്പോൾ അത് അവൻ്റെ നേർക്ക് ആരാണോ പറഞ്ഞത്, കർത്താവ് ആരാണോ ആ കർത്താവിന് തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ തക്ക വിധത്തിൽ അവൻ്റെ നേർക്ക് വന്നു ചേരും. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വിധി എന്ന് പറയുന്നത് അവനവൻ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. ജനനത്തെക്കാൾ രഹസ്യമാണല്ലോ മരണം. ഒരാളിന് എപ്പോൾ മരിക്കണമെന്ന് അയാൾക്ക് തന്നെ തീരുമാനിക്കാം. ഇതാണല്ലോ ഭാരതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ തത്വം ഭാരതമണ്ണിലേ ഉള്ളൂ എന്ന് ടീച്ചർമാർ പറയുന്നതിൻ്റെ രഹസ്യം അതാണ്. ഞാനിപ്പോൾ എപ്പോൾ മരിക്കണം, എന്ന് മരിക്കണം
എത്ര വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കണം എന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ആത്മീയമായി ഉയർന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു അതനുസരിച്ചുള്ള ജീവിതചര്യ കൊണ്ടുപോകണം. അല്ലാതെ എങ്ങനെ പറ്റും? ഈശ്വരൻ ഒരാളിന് മരണം വിധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നു, വിശ്വസിക്കുന്നു. അതനുസരിച്ച് കുറേ പേര് മരിക്കുന്നുണ്ടാവാം. പക്ഷേ അതല്ല ശരി. ഒരാളിന് മരിക്കേണ്ട സമയം ഇത്രയാണെന്നുള്ളത് ആ ആളിൻ്റെ കർമ്മഫലം അനുഭവിച്ചൊടുങ്ങുമ്പോൾ ആളും ആ പ്രാണൻ ശരീരം വിട്ടുപോകുന്നു. മോർട്ടൽ ബോഡി ഇവിടെ കളയുന്നു. അതിനകത്തൊരു ഇമ്മോർട്ടൽ ബീയിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ശരീരത്തിനകത്ത്. അതെ, അതായത് ആത്മസത്ത. ആ ആത്മസത്യ എവിടെ നിന്ന് വന്നോ അതിലേക്ക് ചെന്നുചേരുന്നു. ഇപ്പം വിധിച്ചതാര്? ഒരുവൻ്റെ കർമ്മത്തിൽ ഒരുവൻ്റെ ദുരിതത്തിന് അല്ലെങ്കിൽ സുഖത്തിന് കാരണനായിരിക്കുന്നത് ആ വ്യക്തി തന്നെയാണ്. ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഒരാളിന് ഇപ്പോൾ തന്നെ 878 വർഷമായി ജീവിച്ചിരിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലുടനീളമുണ്ട്. പ്രഭാകര സിദ്ധയോഗി പരമഹംസ പ്രഭാകര സിദ്ധയോഗി. അതെ, 400 വർഷം അദ്ദേഹം ഹിമാലയത്തിൽ തന്നെ ഇരുന്നു, കോരതപം ചെയ്തു. സാക്ഷാൽ അദ്ദേഹം പരബ്രഹ്മ സ്വരൂപൻ തന്നെയാണ്. എത്രയോ അദ്ദേഹത്തിൻ്റെ പ്രായം അളക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ തുടക്കകാലം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ തുടക്കം, അദ്ദേഹം ഒരു ഇളവൂർ മനയോ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കേരളത്തിലെ ഇളവൂർ മനയിലാണ് പിറന്നതെന്നും അത് അദ്ദേഹം ഒരു 7ാമത്തെ വയസ്സിൽ 7ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം ജന്മദേശം വീട് വിട്ടു പോവുകയും ചെയ്തു. അഹവൂർ മനയാണ് കറക്റ്റ്. അഹവൂർ എന്ന് ഇളവൂർ എന്നും പേര് തർക്കങ്ങളുണ്ട് അതിനകത്ത്. അഹവൂർ മനയിൽ ഒരു നമ്പൂതിരി ഇല്ലത്തിലാണ് പിറന്നതെന്നും 9 മക്കൾ അദ്ദേഹത്തോട് 800 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അതെ, അങ്ങനെ അദ്ദേഹം 7ാമത്തെ വയസ്സിൽ 7ാമത്തെ പിറന്നാൾ വന്നപ്പോൾ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ആരോ ഒരു യോഗി വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം നേരെ വടക്കേ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച് നേരെ എത്തുന്നത് ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ 1200 വർഷത്തോളം ആയുസ്സുള്ള ഒരു മഹായോഗിയുടെ കൂടി അദ്ദേഹം ഗുഹയ്ക്കകത്താണ്. അവിടെ വെച്ചിട്ട് 400 കൊല്ലം തപസ്വി അവിടെ വെച്ചു. അപ്പോൾ അണിമാതി സിദ്ധികളെല്ലാം നേടി. എന്ന് വെച്ചാൽ വായുമാർഗം സഞ്ചരിക്കാനുള്ള എല്ലാ സിദ്ധികളും അദ്ദേഹം നേടി. ബ്രഹ്മജ്ഞാനിയായി മാറി. അദ്ദേഹത്തിന് ഇപ്പം ഒരു നിമിഷം കൊണ്ട് ഇവിടുന്ന് ഹിമാലയത്തിൽ പോയിട്ട് മടങ്ങി വരാനുള്ള അതാണ് വായുമാർഗം എന്ന് പറയുന്നത്. അതെല്ലാം നേടിക്കഴിഞ്ഞിപ്പം ഇപ്പോഴും അദ്ദേഹം ചിരഞ്ജീവിയായി ഭൂമിയിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അഗസ്ത്യ മുനിയെ പോലെ തന്നെ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് അത്രയും നല്ല രീതിയിൽ തീവ്രമായ ഭക്തിയുള്ളവർക്ക് മനസ്സുകൊണ്ട് സ്മരിച്ചാൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടും, ഉപദേശം കൊടുക്കും, ദർശനം കൊടുക്കും, പോകും. ഇദ്ദേഹത്തിന് ആശ്രമമോ അല്ല അമ്പലമോ? ഇല്ല, ഒന്നും. അതൊക്കെ സാധാരണ ഇന്നത്തെ ഈ മോഡേൺ ഇതാണല്ലോ. ശങ്കരാചാര്യ ഭഗവാന് ഒരിടത്തും അദ്ദേഹം ആശ്രമം കിട്ടിയില്ലല്ലോ. 4 പീഠങ്ങൾ. അത് പിന്നീട് അവസാന കാലഘട്ടത്തിൽ ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 4 മഠങ്ങൾ സ്ഥാപിച്ച് 4 ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു മഠത്തിലും താമസിച്ചിട്ടില്ല, സത്യമാണ്. അത് നമുക്ക് വ്യക്തമായ തെളിവുകളുണ്ട് അതിന്, അദ്ദേഹം താമസിച്ചിട്ടില്ല എന്നുള്ളതിന്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയും ധനവും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വെച്ചു. അദ്ദേഹം അതെല്ലാം നിരസിച്ചു. വനത്തിലും ചുവട്ടിലും കിടന്നുറങ്ങി. അങ്ങനെയാണ് ആധ്യാത്മികത. സമ്യക്കായിരിക്കുന്നതൊക്കെ രസിക്കുന്നവനല്ലേ സന്യാസി. തീർച്ചയായും. ഭൗതികമായിട്ടുള്ളതെല്ലാം, കാരണം ഉടുവസ്ത്രം പോലും അന്നത്തെ കാലത്ത് വേണ്ട. ഇന്ന് പിന്നെ ഇല്ലെങ്കിൽ സമൂഹം മാറിയത് കൊണ്ട് അത് ആവശ്യമായി വരുന്നു. ഈ സ്വാമിജി നേരത്തെ പറഞ്ഞ സന്യാസി വരെ 800 വർഷം പ്രഭാകര അദ്ദേഹം ഈശ്വരൻ തന്നെ. അദ്ദേഹം ഇപ്പം എവിടെയാണ്? ഇപ്പം അറ്റ് പ്രസന്റ് എവിടെയാണുള്ളത്? പറയാൻ പറ്റില്ല. അദ്ദേഹം സമാധിയായോ? ഇല്ല, സമാധി പീഠം പലയിടത്തും ഉണ്ടെന്നൊക്കെ പറയുന്ന അല്ലാതെ അദ്ദേഹത്തിന് സമാധി എന്ന് പറഞ്ഞൊരവസ്ഥ ഇല്ല. അദ്ദേഹത്തിന്റെ ഭക്തർ കേരളത്തിലും ലോകമെമ്പാടും ഉണ്ടോ? കർണാടകയിലുണ്ട്,
തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, വടക്കേ ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്. ഇവരെങ്ങനെയാണ് ഒരുമിച്ച് കൂടുന്നതും അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പലരും പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ഭയങ്കര വിൽപ്പനയുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും എന്ത് യോഗങ്ങൾ സംഘടിപ്പിച്ചാലും അവിടെ ഒരു 10,000-കണക്കിന് ആളുകൾ. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിളാണ്, പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണ് പ്രഭാകര സുദ്യോഗി പരമംസർ എന്ന് പറയുന്ന മഹാപുരുഷനെ കുറിച്ചൊരു യോഗം സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങൊരു നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു 10,000-10,000 പേര് കൂടും. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നും പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, അൺപ്രഡിക്റ്റബിളാണ്. സ്വാമിജി എപ്പോഴെങ്കിലും അങ്ങനെ അത്തരം സമ്മേളനങ്ങൾക്കോ മീറ്റിങ്ങുകൾക്കോ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കാണാനും അതിനുള്ള കാലം അങ്ങനെയല്ലല്ലോ. ഈ നൂറ്റാണ്ട് ഇപ്പോൾ AI ടെക്നോളജിയും അല്ലെങ്കിൽ അത്തരം ടെക്നോളജികൾ വളർന്നു വരുന്ന സമയമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം സ്വാമിമാരുടെ ഇങ്ങനെ ഉള്ള ഈ എക്സ്പീരിയൻസുകൾ ഇന്നത്തെ തലമുറ എപ്പോഴും ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ദർപ്പണം അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഒരു ഭൂതക്കണ്ണാടി വെച്ചിട്ടാണ് നോക്കി, ചിലപ്പോൾ അതിനെ പറയാം ഇത് ചുമ്മാ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിലയിരുത്തുകളുണ്ട്. അവരോട് എങ്ങനെ ഇത് സ്വാമിജി ഇത് അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. എൻ്റെ ചോദ്യം അങ്ങ് ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു മറുചോദ്യം ചോദിക്കട്ടെ. ശാസ്ത്രത്തിന് ഇത്രത്തോളം വളരാനുള്ള പ്രേരക ശക്തി എവിടെ നിന്ന് കിട്ടി? ഒരു ശക്തി വേണമല്ലോ. തീർച്ചയായും അല്ലേ? വേണം. ഏത് കാര്യത്തിനും ഉപോത്ബലകമായി ഒരു ശക്തി ഉണ്ടാകണം. ആ ശക്തിയുടെ പ്രേരണയോ കഴിവോ കൊണ്ട് മാത്രമേ ഒരു പുതിയ സാധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ തന്നല്ലോ. തീർച്ചയായും അതിന് സംശയമില്ല. ഈ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച് ഇത്രയും വലിയ ഡെവലപ്പായത് പണ്ട് കാളവണ്ടിയിലും സൈക്കിളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒട്ടകത്തിൻ്റെ പുറത്തും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് വിമാനം കണ്ടുപിടിച്ചു. വിമാനത്തിന് ഭരദ്വാജ മഹർഷി എഴുതിയതാണ് വൈമാനിക പ്രകരണം എന്നാണ് എൻ്റെ ഓർമ്മ. 28 വിവിധ രൂപഭാവങ്ങളിലുള്ള വിമാനത്തിന് രൂപകൽപ്പന ചെയ്ത മഹായോഗീശ്വരനാണ് ഭരദ്വാജൻ. അപ്പോൾ ആ വിമാനത്തിന് രാമായണത്തിൽ പറയുന്ന ശ്രീരാമൻ പുഷ്പക വിമാനം. ആ പുഷ്പക വിമാനത്തിൽ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതാണ് പുഷ്പക വിമാനം. അതിൽ കയറി ഇരുന്നിട്ട് ഇന്നടത്ത് പോട്ടെ എന്ന് പറഞ്ഞാൽ മനോവേഗതയിൽ അത് സഞ്ചരിക്കാൻ അവിടെ എത്തും. അങ്ങനെയുള്ള വിമാനത്തിന് രൂപകൽപ്പന ചെയ്തത് ഈ മഹർഷിയാണ്, ഭരദ്വാജനാണ്. ഇതിപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വരാൻ പോകുന്ന കാലഘട്ടമാണ്. അതെ, അതായിക്കോട്ടെ. ഇതിനെല്ലാത്തിനും പ്രേരക ശക്തി ഞാൻ ഈ പറഞ്ഞ മഹർഷിമാരാണ്. തീർച്ചയായും. ഇപ്പൊ കണാദൻ അണുസിദ്ധാന്തം കണ്ടുപിടിച്ച ആളാണ്. അതെ. ഇവിടെയുള്ള നമ്മൾ പറയുന്ന പുരാണങ്ങളിൽ കാണുന്ന പാശുപതാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ഇതെല്ലാം ഇതിനെക്കുറിച്ച് പഠിച്ച് ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് ഈ പറയുന്ന മിസൈലുകളെല്ലാം. അതെ അതെ തന്നല്ലോ. അതെ. അപ്പം ഒരു പ്രേരക ശക്തി ഉണ്ടാകാൻ 10,000-കണക്കിന് വർഷം നിഷ്ഠയോടും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടി ഘോരതപം ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ബ്രഹ്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഭാരതത്തിൽ പിറന്നിട്ടുള്ള, ഭാരതത്തിലല്ല ലോകത്തുണ്ടായിട്ടുള്ള മുഴുവൻ കണ്ടുപിടുത്തം.